വെൽക്കം ടു ഡീപ് റൈറ്റ്സ്. ഞാൻ ദീപ്തി ടെറൻസ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സന്ധ്യ മേരി എഴുതിയിരിക്കുന്ന മറിയ വെറും മരിയ എന്ന നോവലാണ്. മരിയ വെറും മരിയ എന്ന പുസ്തകത്തെ പറ്റി പറയുന്നതിന് മുമ്പ് എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ. നമുക്കൊരു ഗിവ് അവേ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഈ ഒരു വീഡിയോയിൽ ഞാൻ നൽകുന്ന പുസ്തകം മരിയ വെറും മരിയ എന്ന് പറഞ്ഞ പുസ്തകമാണ്. സന്ധ്യ മേരി എഴുതിയിരിക്കുന്ന മരിയ വെറും മരിയ. ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ബുക്കാണ്. ഇതിപ്പോൾ JCB ഷോർട്ട് ലിസ്റ്റിൽ വന്നു, അതായത് ഇംഗ്ലീഷ് പരിഭാഷ. അതുപോലെ ക്രോസ്വേർഡ് ബുക്സിന്റെയും അവാർഡും ഒക്കെ കിട്ടി. അതായത് ഇതിന് ഇംഗ്ലീഷ് മരിയ ജസ്റ്റ് മരിയ എന്ന് പറഞ്ഞിട്ട് ജയശ്രീ കളത്തിൽ എഴുതിയിരിക്കുന്ന പുസ്തകത്തിനാണ് ആ ഒരു ഇത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മലയാളത്തിൽ ഇതിന് വേണ്ടത്ര ഹൈപ്പ് കിട്ടിയിട്ടില്ല, പക്ഷെ വായിക്കാൻ വളരെ മനോഹരമായിട്ടുള്ള പുസ്തകമാണ്. അപ്പോൾ ഞാൻ ക്രിസ്മസ് ഗിവ് അവേക്ക് തരുന്ന പുസ്തകം. സാധാരണയായി ഗിവ് അവേക്ക് നമ്മൾ സമയം പറയുമ്പോൾ ഒരു ജനുവരി 15 വരെ ഞാൻ പറയുകയാണ്. ജനുവരി 15 വരെയാണ് ഈ പുസ്തകത്തിന്റെ ഗിവ് അവേക്കുള്ള ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾ എഴുതി അറിയിക്കേണ്ടത്. ചോദ്യം ഇത്രയേ ഉള്ളൂ: നിങ്ങൾ ഈ നിങ്ങൾ ഇതുവരെ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം, അല്ലെങ്കിൽ ഒന്നെങ്കിൽ അത് നിങ്ങളെ പോലെയാണെന്ന് നിങ്ങൾക്ക് തോന്നിയ കഥാപാത്രം, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് അറിയുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആവണമെന്ന് ആഗ്രഹിക്കുന്ന കഥാപാത്രം, അല്ലെങ്കിൽ നിങ്ങളതിനെ കരയിപ്പിക്കുകയും ചെയ്യിപ്പിക്കുകയും ചെയ്തിട്ടുള്ള കഥാപാത്രം, ഇങ്ങനെ നിങ്ങളിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രം ഇതുവരെ വായിച്ച പുസ്തകങ്ങളിൽ നിന്ന് ആരാണ് എന്നുള്ളതാണ് കമന്റ് എഴുതി ഇടേണ്ടത്. അപ്പൊ നല്ലൊരു കമന്റിന് ഞാൻ ഈ പുസ്തകം ഗിവ് അവേ നൽകുന്നതാണ്. ഒരു ജനുവരി 15 വരെ നമുക്ക് ഈ കോൺടെസ്റ്റ് നമുക്ക് നോക്കാം. അത് ജനുവരി 15-നുള്ളിൽ വരുന്ന കമന്റ്സിൽ നിന്ന് തെരഞ്ഞെടുത്തിട്ട് ഞാൻ സമ്മാനം തരുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് മരിയയെ പറ്റി പറയാം. മരിയ വെറും മരിയയല്ല. മരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, നിങ്ങൾ വായിച്ച കഥാപാത്രങ്ങളിൽ കുറെ കഥാപാത്രങ്ങൾക്ക് നമുക്ക് കഥാപാത്രത്തിനോട് ഒരു ഐഡിയ, കാരണം നമ്മുടെ ചിന്താഗതിയാണല്ലോ ആ കഥാപാത്രത്തിന് തോന്നിയ ഒരുപാട് കഥാപാത്രം. പക്ഷെ ഈ അടുത്ത് ഇപ്പം ഞാൻ വായിച്ചതിൽ ഈ മരിയ ശരിക്കും ഞാൻ തന്നെയാണ് എന്ന് തോന്നിപ്പോയ ഒരു, കാരണം കുലസ്ത്രീ ആയിട്ടോ അല്ലെങ്കിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന പെൺകുട്ടികളുണ്ട്. അവരൊക്കെ നല്ലവരാണ്. ഇപ്പോൾ എൻ്റെ കസിൻസ് ആയാലും എല്ലാവരും ഭയങ്കര അടിപൊളിയാണ്. അവർ നല്ല ആൾക്കാരാണ്. നമ്മൾ റിബലായിട്ട് നമ്മൾ ഉത്തരങ്ങൾ പറയാതെ എന്താ അങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ മുതിർന്നവർ വരുമ്പോൾ എഴുന്നേറ്റ് നിന്നിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ എന്നിട്ട് സോഫയിൽ കാലുമൊക്കെ എത്തിവെച്ചാൽ ഒക്കെ നമുക്ക് ഒരുപാട്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കാണ് കൂടുതൽ കാര്യങ്ങൾ കേൾക്കുക. നമ്മൾ ഒരുപാട്, ഞാനൊക്കെ അതിൻ്റെ സ്ഥിരം ആളാണ്. ഒന്നാമത് എനിക്ക് അനുസരണശീലം വളരെ കുറവാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, എന്നെ അങ്ങനെ ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ ഞാൻ അതന്നെ ഒരു പ്രാവശ്യം കൂടി ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു ക്യാരക്ടർ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതാണ്. അപ്പം നമ്മൾ ഈ അടക്കവും ഒതുക്കവും കുലസ്ത്രീയും അടങ്ങി ഒതുങ്ങി അപ്പനും അമ്മയും പറഞ്ഞത് കേട്ട് വളർന്ന് അതിനകത്ത് എന്നിട്ട് അവർ പറയുന്ന ആളെ കല്യാണം കഴിച്ച് അവർ പറയുന്ന ജീവിച്ച് കൊച്ചു കുട്ടികളെ ഉണ്ടാക്കി അങ്ങനെ അപ്പനും അമ്മയ്ക്കും സംതൃപ്തി നൽകുന്ന ഒരു പെൺകുട്ടി അല്ല മറിയയുടെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് മരിയയ്ക്ക് ഭ്രാന്താണെന്ന് എല്ലാവരും പറയുന്നത്. മരിയയ്ക്ക് ഈ കഥ തുടങ്ങുന്നത് തന്നെ ഭ്രാന്താശുപത്രിയിൽ നിന്നാണ്. മരിയയ്ക്ക് ഭ്രാന്താണ് എന്നുള്ളതാണ്. പക്ഷെ മരിയയ്ക്ക് എങ്ങനെ ഭ്രാന്തായി എന്നുള്ളതാണ്. അത് മരിയയുടെ വേർഷൻ അല്ല, മറ്റുള്ളവരുടെ വേർഷനും കൂടിയിട്ട് മരിയയ്ക്ക് എങ്ങനെ ഭ്രാന്തായി എന്നുള്ള ഒരു കഥയാണ് ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. അത് അവസാനം എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് മരിയ ഭ്രാന്താലയത്തിൽ എത്തിയത് എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ മരിയനെ വായിച്ച് നമ്മൾ ഓരോ പേജ് വായിക്കുമ്പോഴും നമുക്ക് മരിയോടുള്ള ഇഷ്ടം കൂടുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മരിയയുടെ ജീവിതം വളരെ തുറന്ന ജീവിതമായിട്ടാണ് ഇതിനകത്ത് ജീവിക്കുന്നത്. പിന്നെ മരിക്ക് അപ്പനും അമ്മയും പിന്നെ 3 സഹോദരങ്ങളുണ്ട്, ആനും ലിസയും മാത്യുവും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആനും മാത്യുവും ഉണ്ടായി കഴിഞ്ഞിട്ടാണ് മരിയ ഉണ്ടായേക്കണത്. അപ്പോൾ മരിയനെ നോക്കാൻ ഈ ആദ്യത്തെ 2 കുട്ടികൾ ഉള്ളത് കൊണ്ട് മരിയനെ നോക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് മരിയയുടെ അമ്മയുടെ വീട്ടിൽ ആണ് താമസിക്കുന്നത്. മരിയയുടെ അമ്മയുടെ പേര് അന്ന എന്നാണ്. അന്നയുടെ വീട്ടിൽ, അതായത് അന്നയുടെ അപ്പനായ ഗീവർഗീസും മറിയാമ്മയും എന്ന് പറഞ്ഞ വല്യപ്പച്ചനും വല്യമ്മച്ചിയും കൂടിയിട്ടാണ് മരിയയെ നോക്കുന്നത്. പിന്നെ അവിടെ മറിയാമ്മയും ഗീവർഗീസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗീവർഗീസാണ് ഇതിലത്തെ ഒരു മെയിൻ ആള് എന്ന് പറഞ്ഞ് നമുക്കും ഗീവർഗീസിന് ഒരുപാട് ഇഷ്ടം തോന്നുന്ന ഒരു കഥാപാത്രമാണ് അവളുടെ മുത്തച്ഛന് കുടുംബജീവിതത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല, കല്യാണത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല. എങ്കിലും 15 കുട്ടികളുണ്ട് അവർക്ക്. അതിൽ 12 എണ്ണമാണ്
ജീവിക്കുന്നത്. കൊട്ടാരത്തിൽ വീടാണ് ഇവരുടെ വീട്ടുപേര്, ഗീവർഗീസ് എന്ന് പറഞ്ഞ, അതായത് മറിയയുടെ അമ്മ വീട് കൊട്ടാരത്തിൽ വീടാണ്. അപ്പോൾ കൊട്ടാരത്തിൽ വീട്ടിൽ ഈ കുഞ്ചറിയ എന്ന് പറഞ്ഞൊരു, അതായത് ഗീവർഗീസിന്റെ അപ്പച്ചനുണ്ട് കുഞ്ചറിയുണ്ട്, ഒരു അന്ന വല്യമ്മയുണ്ട്, പിന്നെ അങ്ങനെ കുറെ കഥാപാത്രങ്ങൾ തലമുറകളായിട്ടുള്ള ഒരു വീടാണ്. പിന്നെ അതിനകത്ത് ഈ ഇളയമ്മമാര്, അതായത് ഈ ആ തറവാട്ടിൽ നിൽക്കുമ്പോൾ അപ്പാപ്പൻ അമ്മാമ്മ മാത്രമല്ല, ഇനി കല്യാണം കഴിക്കാത്ത ഷീനാൻറ്റി, നീനാൻറ്റി, പിന്നെ ഷാജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടറാവാൻ പഠിക്കുന്ന ആൾ, അങ്ങനെ കുറച്ച് ഫാമിലീസിന്റെ, പിന്നെ പണിക്കാരുണ്ട്. അങ്ങനെ ഉള്ള ഒരു ഫാമിലിയിലാണ് ഇവള് നിൽക്കുന്നത്. അപ്പോൾ ഇവള് ചെറുപ്പം തൊട്ടേ ഈ അപ്പാപ്പന്റെ കൂടെയാണ് ജീവിക്കുന്നത്. അമ്മാമയാണ് ഇതിന് അവൾക്ക് ഭക്ഷണം കൊടുക്കുകയും നോക്കുകയും ചെയ്യുന്നത്. ഷീനാൻറ്റിയാണ് അവൾക്ക് കഥ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അപ്പാപ്പൻ എന്താണ് കുടുംബകാര്യം നോക്കില്ല. ഈ ഗീവർഗീസിന്റെ വലിയ അപ്പൻ കുഞ്ചറിയുണ്ട്, അയാൾ ഒരു 100 വയസ്സ് വരെ അയാൾ ജീവിച്ചിരുന്നുണ്ട്. അപ്പോൾ ആ തീരെ അവശതയാവുന്നത് വരെയും ആ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കിയത് കുഞ്ചറിയാണ്. അപ്പോൾ കുഞ്ചറിയും ഈ ഗീവർഗീസിന്റെ ഭാര്യയായ മറിയാമ്മ, അതായത് കുഞ്ചറിയുടെ മരുമകളാണ് മറിയാമ്മ. അപ്പോൾ കുഞ്ചറിയും മരുമകളും കൂടിയിട്ടാണ് ആ കൊട്ടാരത്തിൽ വീടിന് പണിക്കാരായാലും അവരുടെ കൃഷി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതിന്റെ വരവ് ചെലവ് കണക്കുകളൊക്കെ നോക്കുന്നത്. ഗീവർഗീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യത്തിലൊന്നുമില്ല. അയാൾക്ക് കേളൻ, വേലായുധൻ, അങ്ങനെ കുറെ പണിക്കാരുണ്ട്. രാവിലെ ആകുമ്പോൾ കള്ളു കുടിക്കാൻ പോവും, മീൻ പിടിക്കാൻ പോവും, അങ്ങനത്തെ ഒരു ഇതാണ് ഗീവർഗീസ്. അപ്പൊ ഗീവർഗീസ് എപ്പോഴും മരിയെ കൂടെ കൊണ്ടുപോകും എന്നുള്ളതാണ്. അപ്പോൾ മരിയ അച്ചടക്കത്തോടോ അല്ലെങ്കിൽ ചൊല്ലുവിളിയോടോ കൂടിയിട്ടൊക്കെ വളർന്ന ഒരു പെൺകുട്ടിയല്ല. അവള് കണ്ടത് കള്ളുകുടിക്കാരൊന്നും മോശക്കാരാണെന്നല്ല, അവര് അത്രയും തുറന്ന, അതായത് അവൾ ചെറുപ്പത്തിലെ തന്നെ കേൾക്കുന്നത് കള്ളുഷാപ്പിലുള്ള രാഷ്ട്രീയ ചർച്ചകളും കാര്യങ്ങളൊക്കെയാണ് ഇവള് കേൾക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ചിന്തയിലാണ് ഇവള് വലുതായത്. കുറെ നാൾ കഴിയുമ്പോൾ ഈ ഗീവർഗീസിനെ കൂടെ ജീവിച്ചാൽ അവൾ വഷളായി പോകും എന്നുള്ളത് കൊണ്ട് തിരിച്ച് മരിയ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ്. പക്ഷെ മരിയ സ്വന്തം അമ്മയും അപ്പനും സിബ്ലിങ്സ് വീട്ടിലേക്ക് വരികയാണെങ്കിൽ മരിയ ചെന്നിട്ട് മരിയയുടെ വല്യമ്മ ഉണ്ടല്ലോ, വല്യമ്മച്ചിയുടെ അടുത്ത് പറയും, ആ പെണ്ണും ആ 3 കുട്ടികളും വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് സ്വന്തം അമ്മയാണ്, പക്ഷെ ആ പെണ്ണും ആ 3 കുട്ടികളും വരുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട് അത് ഏത് കുട്ടികളാണെന്ന് വല്യമ്മ അടുക്കളയിലായിരിക്കും പറയുന്നുണ്ടാവും. അപ്പോൾ ചോദിക്കുന്നുണ്ട് ആ ആനും മാറ്റും ലിസയും കൂടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ വല്യമ്മ പറഞ്ഞു അവർ നിന്റെ കൂടപ്പിറപ്പുകളല്ലേ എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു തിരിച്ചു പറിച്ച് നടുമ്പോൾ മറിയയുടെ വിഷമങ്ങൾ എനിക്കതൊക്കെ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഏതൊരു അമ്മയാണ്, എത്ര നല്ല സ്നേഹമുള്ള അപ്പാപ്പനും അമ്മാമ്മയാണെങ്കിലും സ്വന്തം മരിയ എന്നുള്ള കുഞ്ഞിനെ, ചെറിയ കുട്ടീനെ സ്വന്തം അപ്പാപ്പനും അമ്മാമ്മയ്ക്കും വളർത്താൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും പറ്റാത്തൊരു കാര്യമാണ്. അത് അവരതെങ്ങനെ സഹിച്ചു. എനിക്ക് ഇനിയും കൊച്ചുങ്ങളെ നോക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ടാണ് കുട്ടീനെ കൊടുത്തെങ്കിലും പിന്നീട് ലിസ എന്ന് പറഞ്ഞ 4ാമത്തെ ഒരു കൊച്ചുണ്ടാവുമ്പോൾ ആ കൊച്ചിനോട് ഭയങ്കര സ്നേഹം കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ലിസയാണ് അമ്മയുടെ പെറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവര് തിരിച്ച് മരിയ ആ വീട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് തിരികെ ചെല്ലുമ്പോൾ ഇവൾക്ക് ആ വീടാണ്, അത് അവളുടെ വീടല്ല, ആ വീടാണ്. അത് അവരുടെ ആനിന്റെയും മാത്യുവിന്റെയും ലിസയുടെയും വീടാണ്. ഇവളുടെ വീട് കൊട്ടാരത്തിൽ വീടാണ്. അപ്പൊ അവന്റെയും മാമയുടെയും കൂടെയുള്ളതാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെ ഭയങ്കര രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അവൾക്ക് അതിനകത്ത് ഈ ഗീവർഗീസ് ഒരു പലചരക്ക് കട തുടങ്ങുന്നുണ്ട്. അപ്പൊ അതിനകത്ത് മിഠായി, പണ്ടത്തെ പാരീസ് മിഠായി അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അപ്പൊ അത് കുട്ടപ്പായി എന്ന് പറഞ്ഞിട്ട് അവിടെ സുമതി എന്ന് പറഞ്ഞ അവളുടെ മകനാണ്. അപ്പൊ കുട്ടപ്പായിനോട് ആദ്യത്തെ പ്രണയം, കുഞ്ഞു കുട്ടിയാണ് കേട്ടോ, എന്നാലും ആദ്യത്തെ പ്രണയം ഉണ്ടാവുന്നു. അപ്പൊ അവന് അത് തിന്നണമെന്നുണ്ട്, പക്ഷെ ചോദിക്കാൻ മടിയാ. പക്ഷെ ഇവിടെ വല്യപ്പച്ചൻ തന്നതാണെന്ന് പറഞ്ഞിട്ട് ഇവളുടെ ആദ്യത്തെ കാമുകനാണല്ലോ, അപ്പൊ അങ്ങനെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ചാണ്ടിപ്പട്ടി ഉണ്ട്, അമ്മിണിത്തത്തി ഉണ്ട്. ചാണ്ടിപ്പട്ടി സംസാരിക്കുന്ന ഒരു പട്ടിയായിട്ടാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ചാണ്ടിപ്പട്ടി ഒരു കള്ളൻ കയറി, അതായത് ഒരു കള്ളനകത്ത് മോഷ്ടിക്കാൻ വരികയാണ്. എല്ലാ കാര്യങ്ങളും മോഷ്ടിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ചാണ്ടിപ്പട്ടി കുറയ്ക്കാതെ ഇത് ഇറങ്ങിപ്പോകുമ്പോഴാണ് കുറയ്ക്കുന്നത്. അപ്പോൾ ഈ മരിയ ചോദിക്കുന്നുണ്ട്, നീ എന്തുകൊണ്ടാണ് കള്ളം വന്നിട്ട് കുറയ്ക്കാത്ത? പരിചയമില്ലാത്ത ആൾക്കാരെ കാണുമ്പോൾ കുറയ്ക്കണം എന്നാണ്. പക്ഷെ അയാൾ എല്ലാ ദിവസവും ഗേറ്റിന്റെ മുന്നേ കൂടെ പോകുന്നതാണ്. എനിക്ക് അയാളെ അറിയുന്ന ആളെ ഞാൻ എന്തിനാണ് കുറയ്ക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാണ്ടിപ്പട്ടി. പിന്നെ എന്താണ്, ഇത്തിരി പവറുള്ള ഈ മരിയയുടെ കൂടെ പഠിക്കുന്ന ഒരു പെങ്കൊച്ചിന്റെ പാവാട വെച്ചിട്ടുണ്ട്. അപ്പൊ മരിയ അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് അവളുടെ പാവാട, അവൾക്ക് ഭയങ്കര പവറായെന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു കഥ. പിന്നെ അമ്മിണിത്തത്തേനെ ഈ കുഞ്ചറിയയുടെ അമ്മയായിട്ടുള്ള ആൾക്കാണ് പറഞ്ഞത്. അപ്പോൾ കുഞ്ചറിയയുടെ ഭാര്യയുടെ പേര് ശോശാമ്മ എന്നാണ്. അപ്പോൾ മാത്തിരി എന്നാണ് ഏറ്റവും മുതിർന്ന വല്യമ്മയുടെ പേര്. അപ്പോൾ മാത്തിരി വല്യമ്മ ഇങ്ങനെ ഈ മരുമകളെ മണ്ടി എന്ന് ശോശാമ്മ മണ്ടി. പിന്നെ അമ്മിണിത്തത്തിക്ക് ഭയങ്കര ബുദ്ധി ആയതുകൊണ്ട്
അതുകൊണ്ട് അമ്മിണിത്തത്ത എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എന്നെ എൻ്റെ മൂത്ത ആൾക്കാർ വിളിക്കുന്ന പേരുണ്ടാവുമല്ലോ, അതാണ് അമ്മിണിത്തത്ത വിളിക്കാൻ തുടങ്ങിയത്. അതായത് അവിടെയുള്ള ആൾക്കാരുടെ ഇപ്പം മരിയാണ്, മരിയയുടെ മൂത്തത് ആരെങ്കിലും മരിയനെ വിളിക്കുമ്പോൾ ആ പേരാണ് അമ്മിണിത്തത്ത വിളിക്കുക. അങ്ങനെ അതേന്നേ എന്നൊക്കെ പേരിടും, മുഞ്ചെറിയ അതേന്നേ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. മീൻസ് ശോശാമ്മ ഭാര്യ അതേന്നേ അതേന്നേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിക്കുമല്ലോ, അപ്പോൾ ആ പേരാണ് അമ്മിണിത്തത്തയും വിളിക്കാൻ തുടങ്ങിയത്. അപ്പം അങ്ങനെ നമുക്ക് കഥാപാത്രങ്ങളൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ ഇതിനകത്ത് അരവിന്ദൻ എന്ന് പറഞ്ഞിട്ട്, അതായത് അവൾക്ക് മദ്യപിക്കണം എന്ന് തോന്നുമ്പോൾ അവള് ഹരി, അരവിന്ദൻ, പിന്നെ വിനായകൻ അങ്ങനെയുള്ള ആളുകളുടെ കൂടെ ഇവിടെ മദ്യപിക്കാനായിട്ട് ഇതാക്കുന്നു. അപ്പം നിലത്ത് വീഴുന്ന കപ്പലണ്ടി പറിക്കുന്നതിന് അപ്പോൾ ഇവള് പറയുന്നുണ്ട് എനിക്ക് നിലത്ത് വീണ് കിടക്കുന്ന മിച്ചറും കപ്പലണ്ടിയും വാരി തിന്നാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു. പിന്നെ ഇവൾക്ക് കർത്താവിനോടാണ് ഇവള് സംസാരിക്കുന്നത്. അപ്പോൾ അരവിന്ദനും ഈ മരിയെ ഭയങ്കര ഇഷ്ടമുള്ളൊരു അതാണ്, എനിക്ക് കെട്ടി കൂടെ താമസിപ്പിക്കണമെന്നൊക്കെയാണ്. പക്ഷെ കർത്താവിനോട് സംസാരിക്കുകയും കർത്താവിനോട് വിപ്ലവം ഉണ്ടാവാനായിട്ട്, കർത്താവ് പണ്ട് ചെയ്ത വിപ്ലവം വലുതായിട്ട് ഏശിയിട്ടൊന്നുമില്ല. അതിനകത്ത് കർത്താവ് വരുമ്പോൾ കർത്താവ് ഇത്തിരി ഡാർക്ക് സ്കിൻഡാണ്. അപ്പോൾ പറയുന്നുണ്ടാവും ഈ കർത്തവനായ ഒരാൾ വിപ്ലവം പറഞ്ഞ കർത്തവർക്ക് വിപ്ലവം പറയാൻ ആരുമില്ല, അതുകൊണ്ട് ഇനി നിന്റെ വിപ്ലവത്തിൽ നീ വിപ്ലവം പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ കേൾക്കും, മറ്റേത് നീ വെളുത്തിട്ട് പറയുമ്പോൾ ആൾക്കാരും കേൾക്കുന്നില്ല, അത് വലിയ ഗുണം ഉണ്ടായില്ല എന്ന് കർത്താവിനെ ഉപദേശിക്കുന്ന മരിയെ എങ്ങനെ കല്യാണം കഴിച്ച് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് അരവിന്ദന് ഇവിടെ ഓരോ സങ്കടത്തിലും ചേർത്ത് പിടിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുമ്പോൾ ആശ്വസിപ്പിക്കുന്നതൊക്കെ അരവിന്ദൻ തന്നെയാണ്. പക്ഷെ മരിയ 18 വയസ്സിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, പ്രേമിച്ച ഒരാളെ കല്യാണം കഴിച്ചു, അത് ശരിയാവാതിക്കായപ്പോൾ അതായത് മറിയാമ്മ അമ്മച്ചി വല്യമ്മച്ചി ഇവിടെ ഒരു ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ നിന്റെ ആനും ലിസയും മാത്യുവും ഒക്കെ നല്ല രീതിയിലല്ലേ ജീവിക്കുന്നത്, അപ്പോൾ എൻ്റെ മോളായ അന്നയ്ക്ക് അവരൊക്കെ സമാധാനമാണ് കൊടുക്കുന്നത്, നീയാണ് ഏറ്റവും മോശമായിട്ട് ജീവിക്കുന്നത്. അപ്പോൾ മരിയ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അവർ നല്ലതാണ്, അപ്പോൾ ആനായാലും ലിസി ആയാലും കല്യാണം കഴിച്ച് കൊച്ചുങ്ങളും ഒക്കെ ആയിട്ട് സമാധാനപരമായിട്ട്, അതായത് അപ്പാപ്പനും അമ്മാമിക്കും പേരക്കുട്ടികളെയൊക്കെ കൊടുത്തു എന്ന്. അപ്പോൾ മരിയ ചോദിക്കുന്നുണ്ട് അമ്മച്ചി കുട്ടികളെ ഉണ്ടാക്കുന്നതാണോ പെൺകുട്ടികളുടെ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് കണ്ടാൽ? ഇതിപ്പോൾ ഈ അരമണിക്കൂർ, അതിനിപ്പോൾ അരമണിക്കൂർ മതി, ഞാൻ പുറത്തിറങ്ങി ഒരു ആണിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കൊച്ചുങ്ങളെ ഉണ്ടാക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല എന്നുള്ള ഒരു തുറന്ന പ്രസ്താവനയാണ് മരിയ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ടൊരു നോവൽ എന്നുള്ള രീതിയിലുള്ള നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, നോവൽ എഴുത്ത് എന്ന് പറഞ്ഞ ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പൊളിച്ചെഴുതിയ രീതിയിലാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. നോവലിൻ്റെ ഒരു ഘടനയൊക്കെ മാറ്റിയിട്ടുള്ള ഒരു കഥയാണ്. പിന്നെ ഇതിനകത്തെ എഴുത്ത് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആയാലും നമ്മൾ VK-ൻ്റെ ആയാലും ഒരു നർമ്മം, ഒരു സരസമൊക്കെ നമ്മൾ വായിക്കും. നമ്മൾക്കത് സർക്കാസമാണെന്ന് അറിയാൻ, അല്ലെങ്കിൽ ഒരു നർമ്മമാണ്, വലിയ തത്വങ്ങൾ നർമ്മത്തിലൂടെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതേ രീതിയിൽ തന്നെ നമുക്കിത് വായിക്കാനായിട്ട് പറ്റും. അത്രയും മനോഹരമായിട്ടുള്ള ഒരു പുസ്തകമാണ് ഇത്. ശരിക്കും പറയാന്ന് വെച്ചാൽ ഒരുപാട് പേര് വായിച്ച് ഹൈപ്പ് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു പുസ്തകമാണ് ഈ സന്ധ്യ മേരി എഴുതിയിരിക്കുന്ന മരിയ വെറും മരിയ എന്നുള്ളത്. മരിയ വെറും മരിയ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് മാതൃഭൂമി ബുക്സാണ്. ഇതിന്റെ വില 240 രൂപയാണ്. ഇത് നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി ഞാൻ കോണ്ടസ്റ്റിന്റെ കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും കഥാപാത്രങ്ങളെ കമന്റ് ചെയ്തിടാം. ഫ്രണ്ട്സിന്റെ അടുത്തും ഒക്കെ ഇങ്ങനെ ഒരു കോണ്ടസ്റ്റ് നടക്കുന്നുണ്ട്, അതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പങ്കെടുക്കാൻ പറയുക. അപ്പോൾ ഇതൊക്കെയാണ് മരിയ വെറും മരിയയുടെ വിശേഷങ്ങളും കോണ്ടസ്റ്റിന്റെ വിശേഷങ്ങളും. അപ്പോൾ അടുത്തൊരു പുസ്തകവുമായിട്ട് വരുന്നത് വരേക്ക് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.